ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ലേ? അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കമൻ്റൊക്കെ വരുന്നുണ്ടായിരുന്നു, ബീന എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചാൽ. അപ്പം നമ്മുടെ അപ്പൂസ് ആശുപത്രിയിലായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ഞാൻ എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെയാണ് വന്നത് കേട്ടോ. അപ്പം നമ്മുടെ അപ്പൂസിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താടിക്കൊരു നീര് വന്നതാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പം നമ്മൾ അതിന് മുന്നേ എടുത്ത് വെച്ച ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അന്നും രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് ഉച്ച കഴിഞ്ഞാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ. അന്നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പം കുറേ ദിവസം നമ്മളെ കാണാതിരിക്കുമ്പോഴത്തേന് നമ്മളെ കൂട്ടുകാരൊക്കെ അന്വേഷിക്കുമല്ലോ എന്താ വീഡിയോ ഇടാത്തതെന്ന്. അന്നേരം എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞാണ് പിന്നെ ചോറും കറിയൊക്കെ വെക്കുന്നത്. രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഉച്ച കഴിഞ്ഞ് നമുക്ക് കുറച്ച് മത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് വെട്ടാനായിട്ടിരിക്കുകയാണ്. നല്ല കാറ്റാണ് കേട്ടോ. അന്നേരം കുറച്ച് കുഞ്ഞമത്തിയാണ്. നമുക്ക് മാങ്ങയുണ്ടല്ലോ, അന്നേരം മാങ്ങയിട്ട് പറ്റിക്കാമെന്ന് വെച്ച് വെട്ടാനായിട്ടിരുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മുറ്റത്തോട്ട് ഇരുന്നപ്പം കാക്കയും പൂച്ചയും കോഴിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ അതിനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തല കേട്ടോ. ഇങ്ങനെ തന്നെ മത്തിയൊക്കെ വെട്ടി കോഴി ഓടി വന്നെടുക്കാൻ വന്നതാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേന്. അങ്ങനെ നമ്മുടെ കോഴിയൊക്കെ ഈ മീൻതലയൊക്കെ തിന്നും കേട്ടോ. ഇത് നമ്മുടെ തേങ്ങ പൊട്ടിച്ച് ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അത് ഉണക്കാൻ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ കയറി കേട്ടോ. പക്ഷേ രാവിലെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു ചേട്ടന്. അങ്ങനെ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി ഒരു തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് മീൻ പറ്റിക്കാൻ വേണ്ടി. അന്നേരം മത്തിയൊക്കെ പറ്റിക്കാൻ ആർക്കും അറിയാത്തയില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. കുറേ ദിവസമായി നമ്മൾ മത്തിയൊക്കെ പറ്റിച്ചിട്ട് കേട്ടോ. അന്നേരം മാങ്ങ ഇങ്ങനെ പറിച്ച സമയമായതുകൊണ്ട് ഒരു മത്തി മാങ്ങ ഇട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തന്നെ തേങ്ങയൊക്കെ ഒന്ന് തിരുമാൻ പോവാണ്. അന്നേരം നല്ല കുഞ്ഞ മത്തിയാണ്, കുറച്ച് വറക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നമുക്ക് മാങ്ങ ഇട്ട് പറ്റിക്കാം കേട്ടോ. അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങ പറിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കുട്ടനാടും പിന്നെ എൻ്റെ വേഷത്തെ പറ്റി പറഞ്ഞപ്പം ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഐറ്റി ഇട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം നിങ്ങളാണ്. കാരണം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പം വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും എന്നോട് അടുത്ത് കിടക്കുന്ന ഒരാൾ ചോദിച്ചു കേട്ടോ, നല്ല പരിചയമുണ്ടല്ലോ കണ്ട് ചേച്ചിയെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അതാണ് ഞങ്ങൾ കാണുന്നതാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയുടെ വീഡിയോ, ഇടാതിരിക്കല്ലേ, ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരെണ്ണം ഇടണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് നല്ലൊരു മോട്ടിവേഷനൊക്കെ തന്നു കേട്ടോ. അടുത്ത് കിടന്ന ആ ഒരു കൊച്ചും തള്ളേ. അങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പം ഒത്തിരി വലിയ യൂട്യൂബറൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ ചെറിയൊരു ചാനലാണ്. എന്നാലും നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നതാണെന്നൊക്കെ അറിയുമ്പോഴത്തേനും അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കുട്ടനാടായതുകൊണ്ടാണ് കൂടുതൽ ഇഷ്ടം വരുന്നത് കേട്ടോ. എൻ്റെ ഈ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും എനിക്കങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല. എങ്കിലും നമ്മുടെ ഈ കുട്ടനാട്ടിലെ കാഴ്ചകൾ കാണാനാണ് കൂടുതലും പേർക്ക് താല്പര്യം കേട്ടോ. അന്നേരം ഒരുപാട് കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബീനയുടെ വീഡിയോ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്, കുട്ടനാട് കാണാനാണ് കൂടുതലിഷ്ടം. അല്ല എനിക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് കുക്കിംഗ് ഒന്നും അറിയത്തില്ല കേട്ടോ. നമ്മുടെ നാടൻ രീതിയിലുള്ള കുക്കിങ്ങൊക്കെ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട് ഇരിക്കുന്ന നിങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ മീനൊക്കെ വെട്ടി വെച്ചു. പിന്നെ നമ്മുടെ മുറ്റത്ത് കുറച്ച് കാന്താരി ഉണ്ടായിരുന്നല്ലോ, പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ കാന്താരി ഉണങ്ങിപ്പോയി കേട്ടോ. കാരണം നമ്മൾ ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതല്ലേ, നല്ല ഉണക്കമായതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറേ ചെടിയും കാന്താരിയും ഉണങ്ങിപ്പോയി. പിന്നെ നമ്മുടെ പൂച്ചയും പോയി കേട്ടോ. കാരണം അടച്ചിട്ടിട്ട് പോയതുകൊണ്ട് അതിനെ വെളിയിലിട്ടിരിക്കുമായിരുന്നു നമ്മുടെ പൂച്ചക്കുഞ്ഞ്, അതും പോയി. കാരണം ആഹാരം കൊടുക്കാനൊന്നും ഞാനില്ലാത്തതുകൊണ്ട് അതിനെ അങ്ങ് പുറത്ത് വിട്ടു കേട്ടോ.
അങ്ങനെ അതും പോയി. അങ്ങനെ നമ്മൾ വീണ്ടും ആദ്യം മുതൽ ഒന്നേന്ന് തുടങ്ങുവാണ്. നമ്മുടെ വീഡിയോയിൽ നിർത്തി വെച്ചിരിക്കുമായിരുന്നു, അതും ഇടാനൊക്കെ തുടങ്ങുവാണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അന്നേരം നമ്മുടെ മീനൊക്കെ പറ്റിക്കാൻ വേണ്ടി കാന്താരിയൊക്കെ ഇട്ടു, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇടുന്നില്ല, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാനിനി മീൻ പറ്റിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട മാങ്ങയില്ലായിരുന്നു, അതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒക്കെ പുരട്ടി അതുകൂടെ ഒന്ന് അച്ചാറിടണം. അങ്ങനെയൊക്കെ നമുക്കിന്ന് മാങ്ങ അച്ചാറും പിന്നെ മോരിരിപ്പുണ്ട് കേട്ടോ. പിന്നെ ചോറ് ഞാനിപ്പം ഗ്യാസിലോട്ട് വെക്കുകയാണ് പെട്ടെന്ന്. കാരണം ഉച്ച കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇന്നിപ്പം അടുപ്പ് ഞാൻ കത്തിക്കുന്നില്ല കേട്ടോ. നമുക്ക് റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ച്, കാരണം വൈകിട്ടത്തേക്ക് മാത്രം മതിയല്ലോ. അങ്ങനെ ചോറ് വെക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് കുടിവെള്ളം തിളപ്പിക്കണം, പിന്നെ മീൻ പറ്റിക്കണം, മീൻ വറക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പം വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ, വോയിസൊക്കെ കൊടുത്ത്. ഇങ്ങനെ മാങ്ങ നല്ല പുളിമാങ്ങയാണോ എന്ന് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ചേച്ചി. അധികം പുളിയൊന്നുമില്ല ചേച്ചി, മീൻ പറ്റിക്കാനൊക്കെ നല്ല സൂപ്പറാണിത് കേട്ടോ. ഒത്തിരി പുളിയില്ല, എന്നാൽ പുളി ഉണ്ട് താനും. ഇതിനകത്ത് പുളി ഇടേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് മീൻ വെട്ടാനൊക്കെ തുടങ്ങിയ കേട്ടോ. പിന്നെ എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേന് സന്ധ്യയായി, നേരെ വിരുട്ടി കേട്ടോ. അപ്പം മീൻ വെട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മിറ്റമൊക്കെ അടിച്ച് പെരയ്ക്കൊക്കെ അടിച്ച് 2-3 തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ടിട്ടാണ് പിന്നെ കുക്കിങ്ങിന് കയറിയ കേട്ടോ. അതാണ് ഇത്രയും സന്ധ്യയായത്. അപ്പം പിന്നെ ഇനിയിപ്പം വൈകിട്ടത്തേക്ക് മതിയല്ലോ. അങ്ങനെ ഞാൻ നമ്മൾ ഈ ചതയ്ക്കാനുള്ളതെല്ലാം മിക്സിക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം ഈ കാന്താരി ഇട്ട് മീൻ പറ്റിച്ചത് മാങ്ങ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെ പറ്റിക്കാറുണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ചായച്ചതെടുത്ത് ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തു. മാങ്ങ ചെറുതായിട്ട് ഞാൻ തൊലിയൊന്നും ചെത്തിയിട്ടില്ല കേട്ടോ, അരിഞ്ഞിട്ട് കൊടുത്തു. അതിനകത്തേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. നമ്മൾ ഈ മാങ്ങ ഇടുമ്പം മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ല. അങ്ങനെ ഉപ്പുമൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മീൻ പറ്റിക്കാനായിട്ട് വെച്ചു. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊരു പ്രയോജനം ആയിക്കോട്ടെ കരുതിയാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ ഈ ഡെയിമ ലൈഫ് കാണിക്കുമ്പോൾ നമ്മൾ ഈ മീൻകറി ഇതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം പറയുക കേട്ടോ. അന്നേരം കുറേ കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമാണ്, ഇഷ്ടമല്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. അല്ലാതെ പറയുക. അങ്ങനെ നമ്മുടെ മീൻ പറ്റിക്കാനൊക്കെ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. ചോറൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം കുറച്ച് കുടിവെള്ളം തിളപ്പിക്കാൻ വെക്കണം. പിന്നെ കുറച്ച് മീൻ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് വറക്കണം കേട്ടോ. പിന്നെ നമ്മൾ അച്ചാറിടുന്നുണ്ട്. അന്നേരം അച്ചാറിടാൻ അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറിടുന്ന കാണുക കേട്ടോ. അന്നേരം നമ്മൾ ഇന്ന് കുറച്ച് അച്ചാറിടാൻ വേണ്ടി ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ, നമ്മൾ മാങ്ങ പറിച്ചില്ലായിരുന്നോ. അപ്പം ഈ അരിഞ്ഞ് വെച്ചത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊന്നും ഞാൻ മുറിച്ചിട്ടില്ല, ചെറിയ മത്തിയല്ലേ, അന്നേരം അതൊന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മാങ്ങ ഇട്ട് മത്തി പറ്റിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മാങ്ങയുള്ള സമയത്തൊക്കെ നമ്മളെല്ലാവരും ഇങ്ങനെയാണ് അല്ലേ, മാങ്ങയിട്ട് മീൻകറി വയ്ക്കും, മീൻ പറ്റിക്കും, ചാറ് വെക്കും. അങ്ങനെ മാങ്ങയുടെ കളിയാണ്. അന്നേരം ഞങ്ങളുടെ ആ മാവേലെ മാങ്ങ ഇപ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പം വേറൊരു മാവേ പൂത്ത് വരുന്നതേ ഉള്ളൂ, അത് ഇത്രയും ടേസ്റ്റുള്ള മാങ്ങയല്ല, പുളിയൻ മാങ്ങയാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ മീൻ വറക്കാൻ അതിനകത്തേക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ കുറേ ദിവസമായതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലയോ എന്നറിയത്തില്ല. അതുകൊണ്ട് കാണുന്ന കൂട്ടുകാരെല്ലാം കമൻ്റ് ഇടണം കേട്ടോ. കമൻ്റ് ഇട്ടാലേ നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ വീഡിയോ കണ്ട് ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അന്നേരം ആ യൂട്യൂബ് ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഒക്കെ ഞാനും തിരിച്ച് കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും കണ്ടുമില്ല, മൊബൈൽ എടുത്തു പോലും ഇല്ല കേട്ടോ. ഇത്രയും ദിവസമായിട്ട് ഞാൻ എൻ്റെ മൊബൈലിൽ ഒറ്റ വീഡിയോ പോലും കണ്ടിട്ടില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയ്യാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്നും അല്ലല്ലോ കാര്യം. അങ്ങനെ ഞാൻ സമയം പോലെ എൻ്റെ കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ വന്ന് കണ്ട് തന്നോളാം. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ.
പിന്നെ നിങ്ങളുടെയൊക്കെ ഈ കമൻറ്റുകൾ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും എഴുതുന്ന കമൻറ്റുകളൊക്കെ വായിക്കുമ്പോഴത്തേനും ഞാൻ ഓർക്കും കേട്ടോ, നമ്മളോട് ഇത്രയും സ്നേഹത്തോടെ കമൻറ്റൊക്കെ എഴുതുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ. ആരുടെയും പേരൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാന്താരി ഇട്ട് തന്നെയാണ് ഈ അച്ചാറിടുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കാന്താരിക്ക് ഒരുപാട് എരിവൊന്നുമില്ല കണ്ടോ, നല്ല ചുമന്ന കാന്താരിയാണ്. അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് കടുവൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അന്നേരം ഞാൻ ഇതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒരു ശകലം ഇങ്ങനെ പുരട്ടി വെച്ചിരുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് പിടിച്ചിരിക്കും കേട്ടോ. അത് ഞാൻ അങ്ങനെയാണ് മാങ്ങാച്ചാർ ഇടുമ്പോൾ കണ്ടോ, തലേ ദിവസമേ ഞാൻ അരിഞ്ഞിതെല്ലാം പുരട്ടി ഫ്രിഡ്ജിനകത്തെടുത്ത് വെച്ചിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കട്ടക്കായ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ അച്ചാർ ഇടുന്ന സമയത്ത് ഒരുപാട് കായ ഇടണം കേട്ടോ. അതെനിക്ക് എന്താണെന്നറിയത്തില്ല, ഇങ്ങനെ കട്ടക്കായ അതിനകത്തിട്ട് ഇങ്ങനെ മൂപ്പിച്ചിട്ട് പൊടിച്ചിടും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കായപ്പൊടി ലാസ്റ്റ് നല്ലവണ്ണം അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. നിങ്ങളൊക്കെ അച്ചാറിന് ഒരുപാട് കായം ഇടുവോ ഇല്ലയെന്ന് പറയണം കേട്ടോ. എനിക്ക് ഈ അച്ചാറിന് ഒരുപാട് കായം ഇടണം, അതെനിക്ക് അറിയത്തില്ല. എത്ര കായം ഇട്ട് കഴിഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ മൂത്ത് വന്നപ്പോഴത്തേന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അച്ചാർ പൊടി എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അച്ചാറിന്. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇടുന്നത് കേട്ടോ. എൻ്റെ നല്ലെണ്ണയൊന്നും ഇല്ലായിരുന്നു. ഞാൻ അന്നേരം വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇടുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആ എണ്ണയ്ക്കകത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കേട്ടോ. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇനി അതുമായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി മഴക്കാലം വരുമ്പോൾ നമുക്ക് നല്ലതാണ്. കറിയൊന്നും ഇല്ലെങ്കിലും അച്ചാറും കഞ്ഞിയൊക്കെ വൈകിട്ട് കഴിക്കാൻ പറ്റുമല്ലോ. ഇപ്പം നോയമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് മീനൊക്കെ ഞാൻ ഇനിയിപ്പം കുറച്ച് ദിവസം കൂടെയൊക്കെ വാങ്ങത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് മീനും അങ്ങനെ വാങ്ങത്തില്ല. ഇനിയിപ്പോൾ ആശുപത്രി പോയിട്ട് വന്നതുകൊണ്ട് അപ്പൂസിനൊക്കെ വേണമെങ്കിൽ ഞാൻ മീൻ വാങ്ങിച്ചു കൊടുക്കും. കാരണം കുഞ്ഞ് ചോറും ഒക്കെ കഴിക്കാതിരിക്കുമല്ലായിരുന്നു, അല്ലാതെ നമ്മൾ കൂട്ടത്തില്ല കേട്ടോ. അങ്ങനെ അതുകൊണ്ട് കായപ്പൊടിയൊക്കെ ഞാൻ നല്ലവണ്ണം അങ്ങോട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്തു. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ അച്ചാറായിരുന്നു. ഇനിയിപ്പം ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കൂട്ടുകാരെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ അച്ചാറിനകത്ത് ഈ കാന്താരി കിടക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഒരു ഇച്ചിരി ഒന്ന് 2 ദിവസം കഴിയുമ്പോഴാണ് ഈ അച്ചാറിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വരാം. ടാറ്റാ.